ആചരിച്ചാൽ അസാധ്യമായതും സാധ്യമായി തീരും എന്ന് നമ്മളെ ബോധിപ്പിക്കുന്ന ഒരു ചരിതമാണ് സാവിത്രി ചരിതം. നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ട് സത്യവാനും സാവിത്രി അല്ലേ? ആ സാവിത്രി ചരിതത്തിലേക്കാണ് നമ്മൾ ഈ സമയത്ത് പ്രവേശിക്കുന്നത്. മാദ്രാ രാജ്യത്തിൻ്റെ അധിപതിയായിരുന്ന അശ്വപതി, അദ്ദേഹത്തിന് മാലതി എന്ന് പറയുന്ന പത്നി, ഇവർക്ക് മക്കളുണ്ടായിരുന്നില്ല. അങ്ങനെ മക്കളില്ലാതിരുന്ന ആ ദുഃഖത്തോടു കൂടി അശ്വപതി രാജാവ് വളരെ ദുഃഖിതരായി നിൽക്കുന്ന വേളയിൽ അദ്ദേഹത്തിന് ഒരു ഉപദേശം ലഭിച്ചു. അവിടെ വശിഷ്ഠ മഹർഷി നൽകിയ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദേവിയുടെ സാവിത്രി എന്നൊരു ഭാവത്തെ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥനയുടെ ഫലമായി, തപസ്സിൻ്റെ ഫലമായി, അങ്ങനെ ദേവിയുടെ അനുഗ്രഹത്തോടു കൂടി ഒരു പെൺകുഞ്ഞ് പിറന്നു. അതുകൂടാതെ 2 പുത്രന്മാരുമൊക്കെ ജനിച്ചു. അങ്ങനെ മക്കളില്ലാതിരുന്നവർക്ക് സന്താന സൗഭാഗ്യത്തിലേക്ക് വന്നു ചേർന്നു. സാവിത്രി എന്ന ദേവിയെ പ്രാർത്ഥിച്ച് ജനിച്ചതുകൊണ്ട് പെൺകുട്ടിക്ക് സാവിത്രി എന്ന് തന്നെ നാമകരണവും ചെയ്തു. അതൈവ സുന്ദരിയായി സർവവിധമായ ജ്ഞാനത്തോടു കൂടി സർവഗുണശാലിയായിട്ട് ആര് മാറി? സാവിത്രി മാറി. അങ്ങനെ സർവവിദ്യാസമ്പന്നയായി, സർവസദ്ഗുണസമ്പന്നയായി, അതുപോലെ സർവസുന്ദരിയായി സാവിത്രി വളർന്നു വരികയാണ്. അങ്ങനെ വളർന്നു വന്നു ആ സാവിത്രിക്ക് യഥാവിധി ഒരു വിവാഹ കാര്യങ്ങളിലേക്ക് ഉള്ള ചിന്ത പിതാവിൽ നിന്നുണ്ടായി. അതിൻ പ്രകാരം തൊട്ടടുത്ത രാജ്യത്തിലെ രാജകുമാരനായ സത്യവാനെ ഈ പുത്രിക്ക് വിവാഹം കഴിച്ച് കന്യാദാനം ചെയ്ത് കൊടുത്തു. അങ്ങനെ സത്യവാനും സാവിത്രിയും വളരെ സന്തോഷപ്രദമായി അവർ തങ്ങളുടെ ജീവിത ലക്ഷ്മി നാരായണന്മാരെ പോലെ, ഉമാമഹേശ്വരന്മാരെ പോലെ തന്നെ അവർ ജീവിതത്തിൽ ആനന്ദിച്ച് ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഒരു വലിയ ഹോമത്തിന് വേണ്ടി അതിവിശിഷ്ടമായ ചില മരത്തിൻ്റെ കഷ്ണങ്ങൾ, കമ്പുകൾ ആവശ്യമുണ്ട്. നമുക്കറിയാം, ചില പൂജകൾക്ക് നമ്മൾ പ്രത്യേക ദ്രവ്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ദ്രവ്യങ്ങൾക്ക് വേണ്ടി ഒരു മരത്തിൻ്റെ ശിഖരങ്ങൾ വേണം. ആ മരം വനപ്രദേശത്തിലാണ് കാണപ്പെടുന്നത്. അത് ശേഖരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ഇവിടെ രാജാവ് കുറേ ആൾക്കാരെ ഏർപ്പാട് ചെയ്തു, ഇത് വനത്തിൽ നിന്ന് പോയി ഈ ശേഖരിച്ചുകൊണ്ട് വരാൻ. അപ്പോൾ ഇവർക്ക് നേതൃത്വം കൊടുത്ത് ഇവരോടൊപ്പം പോയി ഇത് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് സത്യവാൻ എന്ന ആ രാജകുമാരൻ സാവിത്രിയുടെ ഭർത്താവിനെ ചുമതല ഏൽപ്പിച്ചു. സത്യവാൻ ഈ സമയത്തൊന്ന് ചിന്തിച്ചു, പോകുന്നത് വനത്തിലേക്കാണ് അല്ലേ? വനത്തിൽ വളരെ മനോഹരമാർന്ന കാഴ്ചകളുണ്ട്. നദികളുണ്ടാവും, അതുകണക്ക് ചെറു വെള്ളച്ചാട്ടങ്ങളുണ്ടാവും, പക്ഷികളുണ്ടാവും അല്ലേ? നമ്മുടെ നാട്ടിൽ കാണാത്ത പ്രത്യേകതരം പക്ഷികളും ഒക്കെ എവിടെ ഉണ്ടാവും? വനത്തിൽ ഉണ്ടാവും. അപ്രകാരമുള്ള ആ വനത്തിൽ യാത്ര ചെയ്യുന്ന വേളയിൽ അനവധി തരത്തിലുള്ള പഴവർഗ്ഗങ്ങളും സസ്യജാലങ്ങളെയൊക്കെ കാണാൻ സാധിക്കും. അപ്പം ഈ ഒരു യാത്ര ഒരു ഹണിമൂൺ ട്രിപ്പാക്കിയാലോ എന്നൊരു ആലോചന ആർക്ക് വന്നു അല്ലേ? ഹണിമൂൺ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തീരുമല്ലോ, വിശദീകരിച്ച് പറയണ്ട, നമുക്കൊക്കെ അറിയാം. എന്തായാലും കല്യാണം കഴിച്ചൊക്കെ നവ ദമ്പതികളായിരിക്കുന്നവർക്ക് ഒരു യാത്രയാക്കി മാറ്റിയാൽ എന്ന് സത്യവാൻ തീരുമാനിച്ചു. അതുകൊണ്ട് സാവിത്രിയെയും കൂട്ടിക്കൊണ്ട് പോകണം എന്നൊരാഗ്രഹം വന്നു. ഇനി ഈ മരം മുറിക്കാൻ പോകുന്നവരുടെ ഒപ്പം ഇവരുടെ എല്ലാവരുടെയും ഒപ്പം സാവിത്രിയും കൂട്ടിക്കൊണ്ടു പോയാൽ ഇവരുടെ സ്വകാര്യതയാർന്ന ഒരു ആനന്ദവും സൗകര്യവും ഒക്കെ നടക്കുമോ? നടക്കില്ല. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്തു? ഇവരെ ഒഴിവാക്കിയിട്ട് പോകാൻ നിശ്ചയിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾ വരണ്ട, പകരം ഞാൻ പോയി ഈ മരം മുറിച്ച് ഈ ശിഖരങ്ങൾ. അവർ ചോദിച്ചു, അല്ല രാജകുമാരൻ, അങ്ങേക്ക് ഞാൻ രാജകുമാരനല്ലേ, എനിക്ക് മരം മുറിക്കാനും ഒക്കെ അറിയാം, വേണമെന്ന് വെച്ചാൽ അല്ലേ ഏതും ഞാൻ ചെയ്യും. എന്താ കാര്യം? അവിടെ ഈ തൻ്റെ പത്നിയോടൊപ്പം കൂട്ടിപ്പോകാനുള്ള ആഗ്രഹം കൊണ്ട് അല്ലേ ഇതുവരെ ചെയ്യാത്ത പണി ചെയ്യാന്നൊക്കെ ഏറ്റു. എന്നിട്ട് അവരോട് പറഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായ കാര്യം എന്താ? ഒരു യാത്ര ഒഴിവായി കിട്ടി എന്നുള്ള നിലയിൽ അവർക്ക് സന്തോഷമായി. അങ്ങനെ അവരനുവദിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം തൻ്റെ പത്നിയായ സാവിത്രിയും കൂട്ടി മരം മുറിക്കാനുള്ള ആയുധങ്ങളും ഒക്കെ എടുത്ത് അതിനുള്ള സജ്ജീകരണമൊക്കെ ആയിട്ട് നേരെ വനത്തിലേക്ക് പോയി. വനത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് രണ്ടുപേരും വളരെ ആനന്ദത്തോടു കൂടി, വളരെ ഉല്ലാസത്തോടു കൂടി ഇങ്ങനെ മുന്നിലേക്ക് പോവുകയാണ്. അങ്ങനെ മുന്നിലേക്ക് പോയ സമയത്ത് ഈ മുറിക്കേണ്ട മരത്തിനടുത്തെത്തി. അവിടെ എത്തപ്പെടുന്ന സമയത്ത് സത്യവാൻ സാവിത്രിയോട് പറഞ്ഞു, നീ ഇവിടെ ഇരിക്കും, ഞാൻ ഈ മരം എന്തായാലും മുറിക്കട്ടെ, കാരണം നമ്മൾ വന്ന കാര്യം നടക്കണമല്ലോ. ഇല്ലെങ്കിൽ കൊട്ടാരത്തിൽ ചെല്ലുമ്പോൾ രാജാവ് ചോദിക്കില്ലേ ഈ തടി എവിടെയാണെന്ന് ചോദിച്ചാൽ അതും വേണം. അപ്പോൾ ആ കാര്യങ്ങളും കൂടി നടക്കട്ടെ എന്ന് പറഞ്ഞു. അവിടേക്ക് ഇരുത്തിയതിന് ശേഷം മരത്തിൽ കയറി മരം മുറിക്കാൻ തുടങ്ങി. ഇന്ന് വരെ ചെയ്ത ശീലമില്ലാത്ത പണി ചെയ്യാൻ പോയാൽ അല്ലേ അതിൻ്റെതായ ദുഃഖവും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാവും. ഇവിടെ സംഭവിച്ചത് ഏറ്റവും വലിയ ദുഃഖമാണ് സംഭവിച്ചത്. ഇവിടെ
അടിയിലിരുന്നു കൊണ്ട് മേലത്തെ കൊമ്പങ്ങ് മുറിച്ചു. ആ കൊമ്പ് ഒന്ന് ദേഹത്ത് വീണു, ആളിഞ്ഞ് നിലത്തും വീണു, കൊമ്പ് അതിൻ്റെ മേളിലും വീണു. സത്യവാൻ മരണപ്പെട്ടു. സത്യവാന്റെ ശരീരത്തിൽ നിന്ന് ജീവൻ വേറിട്ടതോടുകൂടി ഈ ജീവൻ വേറിടുമ്പോൾ കൊണ്ടുപോകാൻ ഒരാൾ വരുമെന്നാണ് പറയണത്. അങ്ങനെ വന്ന യമധർമ്മൻ സത്യവാനെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ സാവിത്രിക്ക് ഇത് ദർശിക്കാൻ സാധിച്ചു. കാരണം സാവിത്രി ഭഗവതിയുടെ അംശാവതാരം കൂടി ആണ്. ആ അർത്ഥത്തിലും ഉപാസന ചെയ്യുന്ന ആളായതുകൊണ്ട് അവിടെ യമധർമ്മനെ കാണാൻ സാധിച്ചു. അങ്ങനെ തൻ്റെ ഭർത്താവിൻ്റെ ജീവനെ കൂട്ടി അപഹരിച്ചു കൊണ്ടുപോകുന്ന യമധർമ്മന്റെ പുറകില് ആരും കൂടി യാത്ര ചെയ്തു? സാവിത്രി യാത്ര ചെയ്യാൻ തുടങ്ങി. യമധർമ്മൻ ചോദിച്ചു, നീ എവിടേക്കാണ് വരുന്നത്? അത് ഞാൻ എൻ്റെ ഭർത്താവ് എവിടെയൊക്കെയാണോ പോകുന്നത് അവിടേക്ക് ഞാൻ വരും. എൻ്റെ ഭർത്താവിലാണ് എനിക്ക് ആശ്രയം. മനസ്സിലായില്ലേ? അദ്ദേഹത്തെ ഉപേക്ഷിച്ചൊരു ജീവിതം എനിക്കില്ല എന്ന് ദൃഢമായി ആര് പറഞ്ഞു? സാവിത്രി പറഞ്ഞു. യമധർമ്മൻ പറഞ്ഞു അതൊരിക്കലും സാധ്യമല്ല, കാരണം യമലോകത്തേക്ക് അങ്ങനെ പ്രവേശനം ഇല്ല എന്ന് പറഞ്ഞു. കാരണം താൻ കൂട്ടിക്കൊണ്ടു പോകുന്ന. അപ്പോൾ സത്യവതി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്നെയും കൂട്ടുക. സാവിത്രി പറഞ്ഞു. അപ്പോൾ ഈ സമയത്ത് യമധർമ്മൻ പറഞ്ഞു, നിനക്ക് ഇനിയും ആയുസ്സുണ്ട്. ഇവൻ്റെ ആയുസ് അറ്റു, ഇവൻ്റെ ആയുസ് തീർന്നു. മനസ്സിലല്ലേ? ആയുസ് തീർന്നാൽ എന്ത് ചെയ്യണം? ഏത് തരത്തിലാണെങ്കിലും അവിടെ മരണം വന്നു ചേരും. അപ്പോൾ ആയുസ് അറ്റത് കൊണ്ടാണ് ഞാൻ ഇവനെ കൊണ്ടുവന്ന്, നിനക്ക് ഇനിയും ആയുസ്സുണ്ട്, അതുകൊണ്ട് നിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പലതരത്തിലും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അവിടെ സാവിത്രി എടുത്ത് പറഞ്ഞു, നിനക്ക് എന്ത് വരം വേണമെങ്കിലും ചോദിച്ചു കൊള്ളുക, നിനക്ക് ആ വരം തരാം, വലിയ കൊട്ടാരം തരാം, സമ്പത്ത് തരാം. മനസ്സിലായില്ലേ? പലതരത്തിലുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞു. സാവിത്രി പറഞ്ഞു, ഇതൊന്നും എനിക്ക് ആവശ്യമില്ല, എനിക്ക് ആര് മതി? എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ മാത്രം മതി എന്ന ദൃഢമായ നിലയിലേക്ക് എത്തപ്പെട്ടു. അങ്ങനെ ഒരു തരത്തിലും ഈ പെൺകുട്ടിയെ മടക്കി അയക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് അവിടെ യമധർമ്മൻ കുറേ ഉപദേശങ്ങൾ കൊടുത്തു. നീ വരുന്ന ഈ ലോകം എന്ന് പറയുന്ന ആയുസിന്റെ കാലം അറ്റു കഴിഞ്ഞാൽ ഒരു ജീവിക്കും പിന്നെ ജീവിക്കാൻ അവകാശം ഉണ്ടാവില്ല. അത് കർമ്മഫലമാണ്. ആ കർമ്മഫലത്തിലൂടെ ഉണ്ടാകുന്നതിനെ മാറ്റാൻ സാധ്യമല്ല. ഇങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അതുകൊണ്ടാണ് നിന്നോട് ഞാൻ പറയുന്നത്, എന്തെങ്കിലും വരം സ്വീകരിച്ച് നീ തിരികെ പോവാം. നിനക്ക് എന്തായാലും ഞാൻ മൂലം ഒരു ദുഃഖം ഉണ്ടായി, അതുകൊണ്ട് നിന്റെ ദുഃഖം ഒന്ന് മാറ്റാൻ വേണ്ടി, നിനക്ക് സന്തോഷത്തിന് വേണ്ടി ഞാനൊരു വരം തരാം. ആ വരം സ്വീകരിച്ച് നീ ആവശ്യപ്പെടുന്ന വരം തരാം. ആ വരം സ്വീകരിച്ച് നീ മടങ്ങിപ്പോകാനൊക്കെ ആര് പറഞ്ഞു? യമധർമ്മൻ പറഞ്ഞു. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു, അങ്ങ് എന്നെ ഉപദേശിച്ചു, ഈ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞ് തന്നു. ആ നിലയിൽ ഞാൻ എന്തായാലും വരം സ്വീകരിക്കാൻ തയ്യാറാണ്. അപ്പോൾ എന്ത് വരം വേണം എന്ന് ചോദിച്ചാൽ പറഞ്ഞു, എനിക്ക് അനവധി സൽസന്താനങ്ങൾ ജനിക്കണം എന്നൊരു വരം ചോദിച്ചു. അപ്പോൾ അനവധി സൽസന്താനങ്ങൾ ജനിക്കട്ടെ എന്നുള്ള വരം ആര് കൊടുത്തു? യമൻ കൊടുത്തു. അപ്പോൾ ആ യമധർമ്മൻ ആ വരമൊക്കെ കൊടുത്തു. ഈ വരം നേടിയതിന് ശേഷം ഈ പെൺകുട്ടി തിരിച്ചു പോകുന്നില്ല. പെൺകുട്ടി വീണ്ടും യമന്റെ പുറകിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ചോദിച്ച വരം തന്നില്ലേ? അല്ലേ? വരം തന്ന എന്തിനാണ്? തിരിച്ചു പോകാനാണ്. എന്നിട്ട് പൊയ്ക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ പെൺകുട്ടി തിരിച്ച് യമനോട് പറഞ്ഞു, അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? അങ്ങ് എനിക്ക് ഉപദേശം തന്നതോടുകൂടി അങ്ങ് എൻ്റെ ഗുരുവായി മാറി. മനസ്സിലായില്ലേ? ഗുരു യഥാർത്ഥത്തിൽ പിതാവിന് തുല്യനാണ്. മനസ്സിലായില്ലേ? അതാണ് മാതാപിതാ ഗുരു ദൈവം. മൂന്നും ഒരൊറ്റ തലത്തിലാണ്, വ്യത്യസ്തരല്ല. അവിടെ ഗുരു എന്ന് പറയുമ്പോൾ അവിടെ ആരായിട്ട് തുല്യമാണ്? പിതാവിന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ഒരേ സമയത്ത് തന്നെ അങ്ങൻ്റെ ഗുരു പിതാവുമാണ്. മനസ്സിലായില്ലേ? ഏതെങ്കിലും ഒരു ഗുരു തൻ്റെ ശിഷ്യയ്ക്ക് ദുഃഖം വരുന്നത് ആഗ്രഹിക്കുമോ? ഇല്ല. ഏത് ഗുരു ആഗ്രഹിക്കുന്നത് എന്താ? തൻ്റെ ശിഷ്യയ്ക്ക് തന്നേക്കാൾ ഉന്നതമായ തലമെത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയും ശിഷ്യോച്ഛതയെ പരാജയം. യഥാർത്ഥ ഗുരു ശിഷ്യനാൽ പരാജയപ്പെടണം. പരാജയപ്പെട്ടാൽ ശിഷ്യൻ ഗുരുവിനേക്കാൾ ശ്രേഷ്ഠനാവണം. അതാണ് അവിടെ പരാജയം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ശിഷ്യനെ അറിയുമ്പോൾ ആ ശിഷ്യനിലൂടെ ആരെ അറിയും? ഗുരുവിനെ അറിയും. അല്ലേ? പണ്ടൊരു ചൊല്ലുണ്ടായിരുന്നു, ഒരു നാടൻ ചൊല്ല്. എന്താണ്? ഗുരുവിനെ തല്ലണം, അമ്മാവനെ കൊല്ലണം, ഭാര്യയ്ക്കൊന്നും കൊടുക്കരുത്. അല്ല, അമ്മയ്ക്കൊന്നും കൊടുക്കരുത്, ഭാര്യയ്ക്കെല്ലാം കൊടുക്കണം. ഇങ്ങനൊരു നാടൻ ചൊല്ലുണ്ടായിരുന്നു. അല്ലേ? ഈ 4 കാര്യങ്ങൾ ജീവിതത്തിൽ പ്രധാനമായിട്ട് വേണ്ടത് അല്ലേ? ആണോ? അതെന്താ പറഞ്ഞേ? 1 ഗുരുവിനെ തല്ലണം, അമ്മാവനെ കൊല്ലണം, അമ്മയ്ക്കൊന്നും കൊടുക്കരുത്, ഭാര്യയ്ക്കെല്ലാം കൊടുക്കണം. ഇത് കേൾക്കുമ്പോഴായിരിക്കും ചില അമ്മമാർ പറഞ്ഞു, ഇപ്പം തന്നെ നമ്മളൊന്നും തരുന്നില്ല, ഇതുകൂടെ കേട്ടിട്ട് വേണം ഉള്ളതും കൂടി ഇല്ലാതാക്കാൻ.
ഈ ചില ചൊല്ലുകൾ എപ്പോഴും അതിൻ്റെ ഉള്ളിൽ ചില അർത്ഥത്തെ മറച്ചു വെച്ചാൽ നമ്മളതിനെ മനസ്സിലാക്കാൻ പ്രയാസമായതുകൊണ്ട് നമ്മളതിനെ വേറെ തരത്തിൽ തിരിക്കും. അതിന് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഈ പണ്ട് കാലത്ത് നമ്മുടെ പറയുന്ന പഴഞ്ചൊല്ലിലൊരെണ്ണമായിരുന്നു, ഇപ്പോഴും പറയുന്നതാണ്, കൊന്നാൽ പാപം തിന്നാൽ തീരും. ഇവിടെയാണ് നമ്മൾ നമ്മുടെ വഴിയിലേക്ക് അനുസരിച്ച് വളച്ചൊടിച്ച് പറയുന്നത്. മനസ്സിലായില്ലേ? തിന്നാൽ തീരുമെന്നല്ല, തിന്നുക എന്ന് പറഞ്ഞാൽ ഈ തീറ്റിയല്ല, അനുഭവിച്ച് തീരുമെന്നാണ്. മനസ്സിലായില്ലേ? ഇപ്പം അനുഭവം മാറ്റിയിട്ട് ഏതിനെ വേണമെങ്കിലും കൊല്ലും മസാല വെച്ച് അടിച്ച് തീർക്കും. മനസ്സിലായോ? നമ്മൾ നമ്മുടെ അവസ്ഥയ്ക്കനുസരിച്ച് എന്ത് ചെയ്തു? വ്യാഖ്യാനിച്ചു. തിന്നാൽ തീരും എന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊന്നിട്ട് തിന്നട്ടെ, അല്ല പാപമൊക്കെ തീരുമല്ലോ. നമ്മളെ കൊല്ലരുത്, കോഴിയാടിനെയും പശുവിനെയൊക്കെ അല്ലെ, പാവപ്പെട്ട ജീവികളെയൊക്കെ വേണമെങ്കിൽ കൊല്ലാം. നമ്മൾ ആലോചിച്ച് നോക്കാം, നമ്മളിപ്പോൾ നിൽക്കുന്ന അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ സംസ്കാരം അനുസരിച്ച് സർവ്വജീവജാലങ്ങളുടെയും സുഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കും നമ്മൾ. ഇന്ന് പല ജീവജാലങ്ങളുടെയും നമ്മൾ ആഘോഷത്തിന് വേണ്ടി കൊന്നു നശിപ്പിക്കുന്നവരായി മാറി അല്ലേ? എന്നിട്ട് ഈ പഴഞ്ചൊല്ലൊക്കെ വളച്ചൊടിച്ചങ്ങ് മാറ്റിയെടുത്തു. ഭഗവാന്റെ തിരുവുത്സവം ആഘോഷിക്കുന്നത് തന്നെ വേളയിൽ തന്നെ ഇപ്പോൾ മദ്യവും മാംസവും ഒക്കെ വിളമ്പുന്ന അവസ്ഥയിലേക്ക് എത്തണം. നമ്മുടെ സംസ്കാരം നഷ്ടപ്പെട്ടതാണ്. പുണ്യപ്രദമായ ദിവസം നമുക്ക് മാത്രമല്ല, ഈശ്വരൻ്റേതായിട്ടുള്ള ആ ഒരു ആഘോഷം, ഉത്സവം അല്ലെങ്കിൽ അതിൻ്റെ സംസ്കാരം പക്ഷി മൃഗാദികൾക്കും എല്ലാം വിധിക്കപ്പെട്ടതാണ്. ഒരു ജീവിയെയും, മനസ്സിലായില്ലേ, ഒരു ജീവിയുടെ ഒരു പീഡ ഉറുമ്പിന് പോലും വരുത്തരുത് എന്ന നിലയിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ശരിയായ ഭക്തനാവുന്നത്. കാരണം എന്താ? അവനും ഈശ്വരനുണ്ട്, ആ തത്വമുണ്ട്. അപ്പം ചോദിക്കും, ഉറുമ്പ് കൂട്ടി കയറിയാൽ കടിച്ചാൽ ചിലപ്പോൾ ചവിട്ടി കൊല്ലുന്നതിനെ കൊല്ലുന്നുണ്ട്. അതെപ്പോഴാണ്? അതിങ്ങോട്ട് കടിക്കുമ്പോഴും നമ്മൾ ഒരു മനഃപൂർവ്വം പോയിട്ട് നമ്മൾ രാവിലെ എണീറ്റിട്ട് അവിടെ ഒരു ഉറുമ്പ് കൂടെ ഉണ്ട്, എന്തിനാ അവിടെ കൊന്നടാ, ഇല്ല ജംഗ്ഷനിൽ ഒരു ഉറുമ്പ് കൂടെ ഉണ്ട്, പത്തനത്തെ കൊന്നിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പോവാറുണ്ടോ? ഉണ്ടോ? നമ്മൾ ആരെങ്കിലും പോയിട്ട് കൊതുകിൻ്റെ ശല്യം ഉള്ളിടത്ത് പോയിട്ട് എന്തിനാ പോകുന്നത്, ഒരു 5 കൊതുകിനെ കൊല്ലണം എന്ന് പറഞ്ഞ് പോവാറുണ്ടോ? ഇങ്ങോട്ട് വന്ന് കടിക്കുമ്പോൾ ഒരു പ്രതിപ്രവർത്തനത്തിൽ അത് ആ കർമ്മത്തിൻ്റെ ഫലം അത് ഏറ്റുവാങ്ങുകയാണ്. മനസ്സിലായില്ലേ? ഇവിടെ അല്ലാതെ ഒരു ജീവികളെയും അവനവന ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം. ഇതൊക്കെ ഓർക്കണം. ഡൈനിങ് ഹാളിൻ്റെ ടേബിളിൽ ചെല്ലുമ്പോൾ മസാല പുരട്ടി ഫ്രൈ ആയിട്ട് കറിയായിട്ടൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലൊന്ന് ഓർക്കണം, അവനവൻ ആത്മസുഖത്തിന് വേണ്ടിയിട്ടാണോ ഈ അപരനെ കണ്ടിച്ച് നുറുക്കി എണ്ണയിലിട്ട് പൊരിച്ച് മൂപ്പിച്ച് തിളപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ മുഴുവൻ ദുഃഖവും അനുഭവിക്കേണ്ടി വരും. അതാണ് തിന്നാൽ തീരും. ചില വീട്ടുകാരൊക്കെ ഉണ്ട്, വീടൊക്കെ കെട്ടി പാലുകാച്ചൊക്കെ നടത്തും. പാലുകാച്ചൊക്കെ നടത്തി കഴിയുമ്പോഴാണ് പിന്നീട് ആ വീട്ടിൽ താമസിച്ചിട്ടും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഒക്കെ വേട്ടയാടുന്നതെന്ന് പറഞ്ഞ് പിന്നെ പോയി പരിഹാരാദി പൂജകളൊക്കെ നടത്തും. എന്താ കാര്യം? പാലുകാച്ചി നടത്തിയിട്ടെന്ന് എത്ര കോഴിയെ വെട്ടിയിട്ടുണ്ട്, ഇതിൻ്റെ ആത്മാവ് മുഴുവൻ അവിടെ കാണും. മനസ്സിലായില്ലേ? ഇതെല്ലാം അവിടെ കാണും. ഭാഗവതത്തിൽ പ്രജേതസിൻ്റെ ഒരു ചരിതമുണ്ട്. പ്രജേതസ് യാഗത്തിന് വേണ്ടിയിട്ട് കൊന്നൊടുക്കിയ മുഴുവൻ ജീവജാലങ്ങളും ഇദ്ദേഹം മരിച്ചു ചെല്ലുന്നത് കാത്തിരിക്കുന്നതായിട്ട് അവിടെ വർണ്ണിക്കുന്നുണ്ട്. എന്തിനാ? നീഞ്ഞു വാടാ, ഇവിടെ വെച്ച് കുത്തിത്തരാം, നീ അന്ന് ചെയ്തതിൻ്റെ മുഴുവൻ ഫലവും തിരിച്ച് പീഡ, നമ്മൾ ചെയ്യുന്നതിൻ്റെ എല്ലാം പീഡകളും തിരിച്ചു വരും. മനസ്സിലായില്ലേ? നമ്മൾ ആഘോഷങ്ങൾക്ക് വേണ്ടി ഒരിക്കലും ഒന്നിനെയും നശിപ്പിച്ചുകൊണ്ടല്ല ആഘോഷങ്ങളിലേക്ക് എത്തപ്പെടേണ്ടത്. നമ്മുടെ ആഘോഷങ്ങൾ തന്നെ പറയും. ഇപ്പം നമ്മൾ ഓണം, നമ്മൾ ഏറ്റവും വലിയ സാംസ്കാരിക ആഘോഷിക്കുമ്പോൾ നമ്മൾ ഈ ഓണ ദിവസം നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള ഇല നമ്മൾ എപ്പോഴാണ് വെട്ടുന്നത്? തലേ ദിവസം വെട്ടിയോ അല്ലേ? ആണോ അല്ലയോ? കാര്യം എന്താ? ഇല എന്തായാലും ഭക്ഷണം കഴിക്കാൻ വേണം. അപ്പോൾ ആ ഇല പോലും ഓണത്തിൻ്റെ ദിവസം ആ ചെടിക്ക്, ആ സസ്യത്തിനൊരു മുറിവ് ഉണ്ടാവരുത്. ഇനി അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഈ മുറ്റമടിക്കും. ഇന്ന് എപ്പോഴാ? എന്തിനാ ബാക്കിയുള്ള ദിവസം മുഴുവൻ നേരം വെളുത്തിട്ട് മുറ്റമടിച്ച് നമ്മൾ അർദ്ധരാത്രിക്ക് മുമ്പ് മുറ്റമടിച്ചെന്തിനാ? ജോലി ഒതുക്കി വെക്കുന്നതാണോ? പിന്നെന്തിനാ? അങ്ങനൊന്നും ചോദിക്കരുത്. അമ്മൂമ്മ ചെയ്തു, അമ്മ ചെയ്തു, ഞങ്ങളും ചെയ്തു അല്ലേ? ആര് കാണിച്ചു തന്നാലും ഞങ്ങൾ അതൊക്കെ അങ്ങ് പിന്തുടർന്നുള്ളൂ. മഹാബലി എവിടെ എഴുന്നള്ളുന്ന? മഹാബലി എവിടെ എഴുന്നള്ളുന്ന?
അങ്ങനെയാണ് എഴുന്നള്ളതിന് ഐതിഹ്യം എവിടെ പറഞ്ഞേക്കുന്നു? എവിടത്തെ ഏത് ഐതിഹ്യത്തില്? കേരളവും മഹാബലിയുമായി ഒരു ബന്ധവും ഇല്ല. നമ്മൾ കൃത്യമായി പഠിക്കണം. ഭാഗവതം വളരെ കൃത്യമായി പറയും, നർമ്മദാ തീരത്തുള്ള ഭൃഗുകച്ചം എന്ന ദേശത്താണ് മഹാബലി യാഗം ചെയ്തത്. ആ അർത്ഥത്തിൽ നോക്കിയാൽ ഈ ഭൂതലം മുഴുവൻ ഭരിച്ചിരുന്നതിൻ്റെ മഹാബലി കേരളത്തിൻ്റെ ഭാഗവും ഭരിച്ചിട്ടുണ്ടെന്ന് പറയാം. കേരളത്തിൽ മാത്രമായിട്ടല്ല ഭരിച്ചിട്ടുള്ളത്, മനസ്സിലല്ലേ? മുഴുവൻ ഭൂതലവും ഭരിച്ചപ്പോൾ അതിലെ ഒരു പ്രദേശമായിട്ട് ഏതുണ്ടാവാം? കേരളവും ഉണ്ടാവാം. വളരെ കൃത്യമായി പറയുന്ന നർമ്മദാ തീരത്തുള്ള ഭൃഗുകച്ചം എന്ന ദേശം അല്ലേ, ആ ദേശത്താണ് മഹാബലി തന്റെ യാഗം നടത്തിയത്. പിന്നെയോ മഹാബലിയെ സുതലമെന്ന തലത്തിലേക്ക് ഉയർത്തി. പിന്നീട് അവിടെ നിന്ന് ഇന്ദ്രപദവിയിലേക്ക് കൊടുത്തു. ഇതേ പുരാണത്തിലുള്ളൂ. പിന്നീട് നമ്മൾ കറങ്ങി തിരിഞ്ഞ് കഥ പറഞ്ഞ് കഥയ്ക്കകത്ത് കല്ലും മണ്ണൊക്കെ ചേർത്ത് വെച്ച് ചായം തേച്ച് മോടി പിടിപ്പിച്ച് ഏതാണ്ട് ഈ പരുവമാക്കി. കേരളത്തിലെ ഓണത്തിൻ്റെ ആഘോഷം ആചരണം വന്നതിൻ്റെ പുറകില് മറ്റു ചില ചരിത്ര വിഷയങ്ങളാണ്. അതായത് തിരുവിതാംകൂർ മധ്യ കേരളം ഭരിച്ചിരുന്ന രാജാവാണ് കുലശേഖര പെരുമാൾ. പണ്ട് ഈ കേരളവും തമിഴ്നാടും ഒരുമിച്ചിട്ടുള്ള ദേശമായിരുന്നു. പാണ്ഡ്യവംശങ്ങൾ, അതുകൊണ്ടാണ് ശബരിമലയുടെ ചരിത്രമൊക്കെ പറയുമ്പോൾ പാണ്ഡ്യവംശത്തിൽ പിറന്ന രാജാവായിട്ട് അയ്യപ്പൻ്റെ പിതാവിനെയൊക്കെ പറയുന്നത്, മനസ്സിലല്ലേ? അതുകൊണ്ടാണ് മധുര മീനാക്ഷിയായ ദേവി മാളികപ്പുറത്തമ്മയായി ശബരിമലയിൽ എത്തപ്പെട്ടത്. അവിടെയും പറഞ്ഞ് അയ്യപ്പൻ കല്യാണം കഴിക്കാതിരിക്കുന്ന പെണ്ണാക്കി മാറ്റി. അയ്യപ്പന്റെ മാതൃസ്ഥാനിയാണ് അവിടെ ഇരിക്കുന്നത്, മധുര മീനാക്ഷിയാണ് അല്ലേ? നമ്മൾ ഈ കഥ പറഞ്ഞു വന്നപ്പോൾ എന്ത് പറ്റി? ആരോ ഒക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് മാറ്റി പറഞ്ഞു. നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ വടക്കൻ വീരഗാഥയിൽ ചന്തു എന്നൊരു കഥാപാത്രം ഉണ്ടായിരുന്നു. ചന്തു യഥാർത്ഥത്തിൽ ചതി നടത്തിയ ആൾ തന്നെയാണ്. പക്ഷേ MD വാസുദേവൻ നായർ എന്നറിയപ്പെട്ട ഒരു നല്ല എഴുത്തുകാരൻ അതിനെന്ത് ചെയ്തു? ഒരു മാറ്റം ഉണ്ടാക്കട്ടെ എന്ന് വെച്ചു ചന്തുവിനെ നല്ല ആളാക്കി മാറ്റി കഥ എഴുതി സിനിമയാക്കി. അതോടുകൂടി മനസ്സിലായില്ലേ, ചന്തു നല്ല ആളായി. കാരണം നമ്മളെ യഥാർത്ഥത്തിൽ നിന്ന് മാറി മറ്റൊന്നിലേക്ക് എത്തപ്പെട്ടു. ഇതുപോലെയാണ് പലപ്പോഴും ചില കഥകളൊക്കെ ചിലർ പറഞ്ഞും ചമച്ചും മാറ്റിയിട്ടുള്ളത്. ഈ കുലശേഖര പെരുമാൾ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദേവൻ എന്ന് പറയുന്നത് വിഷ്ണുവാണ്. കാര്യം പാണ്ഡ്യവംശത്തിൽപ്പെടുന്ന കുലശേഖര പെരുമാൾ എന്ന് പറഞ്ഞ പെരുമാൾ വംശത്തിൽപ്പെട്ടവരുടെ എല്ലാം ഇഷ്ടദേവച്ച ശ്രീരംഗനാഥനാണ്. ശ്രീരംഗനാഥൻ വെച്ചാൽ വിഷ്ണുവാണ്. ആ വിഷ്ണുവിൻ്റെ വാമനാവതാരമാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടത്, മനസ്സിലായില്ലേ? ഇപ്പം നമുക്കും വിഷ്ണുവിനെ ഇഷ്ടമാണ്. ചിലർക്ക് കൃഷ്ണനെ ആയിരിക്കും, ചിലർക്ക് ബലരാമസ്വാമി ആയിരിക്കും, ചിലർക്ക് പരശുരാമനെ ആയിരിക്കും അല്ലേ? ഇതുപോലെ ഇഷ്ടമൂർത്തിയായി ഇദ്ദേഹത്തിന് വാമനനെയാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമായത്. ആ ഏറ്റവും വലിയ സമർപ്പണം അല്ലേ? നമ്മൾ ആ ചരിത്രം പറഞ്ഞായിരുന്നല്ലോ, എൻ്റേതെന്നും എൻ്റേതല്ലാത്തതും ഞാനെന്ന അഹങ്കാരവും ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കപ്പെട്ടതാണ് മഹാബലിയിലൂടെ. അതുകൊണ്ട് ആ വാമനമൂർത്തിയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത്. ഇദ്ദേഹം ചിങ്ങമാസത്തിലെ തിരുവോണത്തിൽ വാമനമൂർത്തിയുടെ ജന്മനാളാണ്. നമ്മൾ ശ്രീകൃഷ്ണ ജയന്തി എന്നൊക്കെ പറയുന്നത് പോലെ, മനസ്സിലായില്ലേ? അതേ ദിവസം തന്നെ ഇദ്ദേഹം തൃക്കാക്കര എന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രം പണിതിട്ട് ആ ക്ഷേത്രത്തിൽ വാമനമൂർത്തിയുടെ പ്രതിഷ്ഠ ഇരുത്തി. തൃക്കാക്കര അപ്പൻ, നമ്മൾ കേട്ടിട്ടില്ലേ? തൃക്കാക്കര അപ്പൻ. അങ്ങനെ ആ പ്രതിഷ്ഠാ ദിനം നമുക്കറിയാം, എല്ലാ വർഷവും ആ പ്രതിഷ്ഠാ ദിനം ഉത്സവമായി ആഘോഷിക്കാൻ അദ്ദേഹം രാജാവ് തൻ്റെ ഇഷ്ടദേവന്റെ ആ ഒരു ജന്മദിനം അല്ലെങ്കിൽ ആ പ്രതിഷ്ഠാ ദിനം ആഘോഷമാക്കാൻ പ്രജകളോട് ഉത്തരവിറക്കി. അങ്ങനെ പ്രജകൾ ആഘോഷിച്ചു തുടങ്ങിയൊരു ആഘോഷമാണ് പിന്നീട് ഓണമായി മാറി. തൃക്കാക്കര അപ്പൻ്റെ തിരു ഉത്സവമാണ് ഇപ്പോഴും നമ്മൾ ചെന്നാൽ ചിങ്ങമാസത്തിലെ തിരുവോണത്തിലാണ് തൃക്കാക്കരയിലെ ഉത്സവം നടക്കുന്നത്, മനസ്സിലായില്ലേ? ആ ഉത്സവം പിന്നീട് എന്തായി? കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തെ ജനങ്ങളും ഏറ്റെടുത്തു. ഈ ഉത്സവം കാണാൻ രാജാവ് കുതിരപ്പുറത്ത് എഴുന്നള്ളുമായിരുന്നു, രഥത്തിലും ഒക്കെ ആയിട്ട് എഴുന്നള്ളും. അത് പിന്നീട് വന്ന് ലോപിച്ച് മഹാബലി എഴുന്നള്ളത്താക്കി മാറ്റി ചിത്രീകരിച്ചു, മനസ്സിലായില്ലേ? അപ്പം മഹാബലി എഴുന്നള്ളുന്നത് മോശമാണെന്നല്ല പറഞ്ഞത്. മഹാബലി ഭഗവാന്റെ ഭക്തൻ തന്നെയാണ്, ഭഗവാന്റെ അനുഗ്രഹം നേടിയ ഭക്തനാണ്. ഭഗവാനെ ദർശിക്കുന്ന പുണ്യം തന്നെയാണ് ഭഗവത് ഭക്തന്മാരെ ദർശിക്കുന്നത്. ഭാഗവതം വളരെ വിശദമായി പറയും, വൈകുണ്ഠ പ്രിയ ദർശനം, മനസ്സിലല്ലേ? ഭഗവാനെ ദർശിക്കുന്നത് പോലെയോ അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഭഗവാന്റെ ഭക്തനെ ദർശിക്കുക എന്ന് പറഞ്ഞത്. കാരണം എന്താ? വളരെ ദുർലഭമാണ് ഭഗവാനിൽ മനസ്സുറപ്പിച്ച ഭക്തന്മാര് എന്ന് പറയുന്നത്, മനസ്സിലല്ലേ? നമ്മളൊക്കെ ആ ഭക്തന്മാരാവാൻ ശ്രമിക്കേണ്ടവരാണ്, ആയവരല്ല, ആവാൻ ശ്രമിക്കേണ്ടവരാണ്. അപ്പൊ ഭക്തി എന്ന മാർഗം ഇതിന്റെ തുടക്കത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ? ഇവിടെ നിന്ന് തുടങ്ങി മുന്നോട്ട് ബഹുദൂരം
നമുക്ക് എത്താനുണ്ട്. ഈ ബഹുദൂരം എവിടെയാണ്? നമ്മുടെ ഉള്ളിൽ തന്നെ താണ്ടേണ്ടത്. നമ്മളിലുള്ള അജ്ഞാനത്തിൻ്റെ മാറാലകളെല്ലാം അകറ്റി ആ ചിത്തം ശുദ്ധമായി മാറണം. ശ്രീകൃഷ്ണ ഭഗവാന്റെ കൈരങ്ങളിലിരുന്ന ഓടക്കുഴൽ പോലെ അല്ലേ? ആ ഓടക്കുഴലിലൂടെ ഭഗവാന്റെ നാദമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ആ നാദം ശ്രുതിമധുരമായി ജീവാത്മാക്കളെ എപ്രകാരമാണോ ഭഗവാനിലേക്ക് ആകർഷിച്ചത്, അതുപോലെ നമ്മുടെ ജീവനെയും ഭഗവാനിലേക്ക് ആകർഷിക്കുന്ന തരത്തിൽ നമ്മുടെ ഉള്ളം എന്താവണം? ശുദ്ധമായി തീരണം. മനസ്സിലാവുന്നുണ്ടോ? ആ ശുദ്ധമാക്കാനാണ് ഭക്തിമാർഗം. ആ ശുദ്ധമായ അവസ്ഥയിലേക്ക് എത്തപ്പെടണം. ശരി, ഇവിടെ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ പിതാവിൻ്റെ സ്ഥാനവും ആർക്കുണ്ട്? ഇവിടെ ഈ ധർമ്മന് ഉണ്ട്, യമന് ഉണ്ടെന്ന് ആര് പറഞ്ഞു? സാവിത്രി പറഞ്ഞു. അതുകൊണ്ട് ഒരിക്കലും പുത്രി അല്ലേ, ഗുരു ആയിട്ടുള്ള ആൾ ശിഷ്യയും, അതായത് പിതാവ് പുത്രി ദുഃഖിക്കുന്നത് കാണാൻ ഇടവരുത്. നമ്മൾ അവിടെയാണ് 4 പഴഞ്ചൊല്ല് പറഞ്ഞത്. അവിടെ നിന്നാണ് നമ്മളിവിടെ മേലെ കറങ്ങി വന്നത്. ആ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം കൂടി എന്ന് പറഞ്ഞേക്കാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇനിയിപ്പോൾ അത് മനസ്സിൽ കിടന്ന് ചിന്തിക്കണ്ട. അവിടെ ഗുരുവിനെ തല്ലണം എന്ന് പറഞ്ഞത് അവിടെ ഗുരുവിനേക്കാൾ അറിവ് നേടി, മനസ്സിലായില്ലേ? ഗുരുവിനെ പരാജയപ്പെടുത്തണമെന്നാണ് അതിൻ്റെ അർത്ഥം. അമ്മാവനെ കൊല്ലണമെന്ന് വെച്ചാൽ കൃഷ്ണൻ ചെയ്തതുപോലെ അമ്മാവന് മോക്ഷം കൊടുക്കണം, പൂർവികന്മാർക്ക് മോക്ഷം കൊടുക്കുന്നവരായി മാറണം എന്നുള്ളതാണ് അവിടെ അതിനർത്ഥം. ഇനി അമ്മയ്ക്കൊന്നും കൊടുക്കരുതെന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെതെല്ലാം അമ്മയുടേതാണ്. ഈ ശരീരം വരെ ആരിൽ നിന്ന് കിട്ടിയതാ? അമ്മയിൽ നിന്ന് കിട്ടിയതാ. അതുകൊണ്ട് ഈ ശരീരത്തെ ഉപയോഗിച്ച് നമ്മൾ ആർജിച്ച സർവ്വതും നമുക്ക് അവകാശപ്പെടുന്നതിനേക്കാൾ കൂടുതൽ അവകാശം ആർക്കുണ്ട്? അമ്മയ്ക്കുണ്ട്. അപ്പം അമ്മയ്ക്ക് പ്രത്യേകിച്ച് വല്ലതും കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് അമ്മയ്ക്കൊന്നും കൊടുക്കണ്ട. അമ്മയ്ക്ക് എന്ത് ഇഷ്ടപ്പെട്ടതും എടുക്കാനുള്ള അവകാശം ഉണ്ട്, നമ്മളറിയണം. ഇനി ഇത് കഴിഞ്ഞാൽ ഭാര്യയ്ക്കെല്ലാം കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്താ? ഭാര്യ എപ്പോഴും നമ്മളെ ആശ്രയിച്ച് മറ്റൊരിടത്തു നിന്ന് ഇവിടേക്ക് വന്നതാണ് അല്ലേ? അപ്പം എന്ത് ചെയ്യണം? അറിഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. അവിടെ എല്ലാം കൊടുത്ത് തൃപ്തിപ്പെടുത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യും? എല്ലാം പിടിച്ചെടുക്കുന്നവളായി മാറും. അപ്പോഴാണ് സംഘർഷം ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? എല്ലാം പിടിച്ചു വാങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? അങ്ങോട്ട് കൊടുത്ത് തൃപ്തിപ്പെടുത്തി കൊണ്ടുപോകണം. സംതൃപ്തിയിലൂടെയാണ് കുടുംബജീവിതം മുന്നോട്ട് പോകുന്നത് അല്ലേ? ആണോ അല്ലേ? അപ്പോൾ ആ തൃപ്തിപ്പെടുത്തൽ ഉണ്ടാവണം. ശരി, ഇവിടെ പറഞ്ഞു അങ്ങ് പിതാവിൻ്റെ സ്ഥാനത്തു കൂടി ആയതുകൊണ്ട് ഒരിക്കലും ഒരു പിതാവ് മകള് വിധവയായിരിക്കാൻ ആഗ്രഹിക്കില്ല എന്നുകൂടി പറഞ്ഞു. എന്നിട്ടോ അത് മാത്രമല്ല, അങ്ങ് എനിക്ക് വരം തന്നല്ലോ. എന്താ തന്ന വരം? പുത്രന്മാരുണ്ടാകട്ടെ അല്ലേ? അങ്ങൊരു കാര്യം കൂടി ചിന്തിക്കുക. ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീയാണ് ഞാനിപ്പോൾ. എനിക്കിനി എങ്ങനെ പുത്രന്മാരെ ജനിക്കും? അങ്ങ് എന്താ ഉദ്ദേശിച്ചത്? ഞാൻ അദ്ദേഹത്തെ മറന്ന് വേറെ വിവാഹം കഴിക്കും? ഒരിക്കലും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഞാൻ പരപുരുഷ ബന്ധത്തിലേക്ക് ഏർപ്പെട്ട് മോശക്കാരിയാവണം? അതും ഉണ്ടാവില്ല. കാരണം ഒരിക്കലും ഒരു ഗുരുവിനോ ഒരു പിതാവിനോ അല്ലേ ആ പുത്രിയെ ശിഷ്യയോ ഈ പറയുന്ന തെറ്റായ കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കാൻ അവകാശമുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ അങ്ങ് തന്ന വരം സഫലീകരിക്കണമെങ്കിൽ ആരെൻ്റെ കൂടെ ഉണ്ടാവണം? സത്യവാൻ എൻ്റെ കൂടെ ഉണ്ടാവണം. അവസാനം ധർമ്മന് മനസ്സിലായി താൻ കൊടുത്ത വരത്തിലൂടെ താൻ പെട്ടു. അവസാനം സത്യവാൻ അസാധ്യമായത് ഇച്ഛാശക്തി കൊണ്ട് ശരിയായ ബുദ്ധിയെ ഉണർത്തി ആവശ്യപ്പെട്ടത് കൊണ്ട് ആർക്ക് നൽകുന്നു? അവിടെ സാവിത്രിക്ക് നൽകാൻ തയ്യാറായി. അങ്ങനെ ആ സാക്ഷാൽ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് സാവിത്രിക്ക് സത്യവാനെ പുനർജീവിതം കൊടുത്ത് അല്ലേ, സത്യവാനുള്ള ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് പോലെ ഉണർന്ന് നേരെ സാവിത്രിയോടൊപ്പം സന്തോഷപ്രദമായി യമധർമ്മനെ നമസ്കരിച്ച് നേരെ തിരികെ പോയി. അപ്പോൾ ആയുസ്സറ്റാൽ ഒരു ജീവിക്ക് ആയുസ്സില്ല എന്ന് പറയുന്ന അതേ ഗ്രന്ഥത്തിൽ തന്നെയാണ് പറയുന്നത് ദേവിയുടെ പ്രീതി ഉണ്ടെങ്കിൽ, മനസ്സിലാകുന്നുണ്ടോ, അതും സാധ്യമാകും എന്ന് പറയും. എന്തിനാ ഇങ്ങനെ പറയുന്നത്? ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം ദേവിക്ക് സാധിക്കാത്തതായി യാതൊന്നും തന്നെയില്ല എന്ന ഭാവം അറിയുമ്പോഴാണ് നമുക്ക് കൂടുതൽ വിശ്വാസത്തോടെ അല്ലേ, കൂടുതൽ ദൃഢഭാവത്തോടെ ആരെ ആശ്രയിക്കാൻ സാധിക്കുന്നത്? ഭഗവതിയെ ആശ്രയിക്കാൻ സാധിക്കുന്നത്. അപ്രകാരം ആശ്രയിച്ച് വേണം നമ്മൾ ആ ഭഗവതിയെ ആരാധിക്കാൻ എന്നുള്ള ഒരു ബോധം കൂടി നമ്മളിലേക്ക് പകർന്നു നൽകുന്നതാണ് ഇവിടെ ഈ സത്യവാന്റെ ചരിതം എന്ന് നമ്മൾ മനസ്സിലാക്കുക.